തൃശൂർ പൂരം പ്രതിസന്ധിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി സംസ്ഥാന സർക്കാർ. ചർച്ചയിൽ ദേവസ്വങ്ങൾ മുന്നോട്ട് വെച്ച തുക തന്നെ മതിയെന്ന് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ദേവസ്വങ്ങളുടെ നീക്കത്തിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഇടപെടൽ. 2022 39 ലക്ഷമായിരുന്നു തറവാടക. അതിന് 2023 2,20,00,000 രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡിമാൻഡ് ചെയ്തത്. എന്നാൽ ഞങ്ങൾ പറഞ്ഞു അത് 8% വർദ്ധിപ്പിച്ച് 42 ലക്ഷം രൂപയാക്കി ഞങ്ങൾ തരാമെന്ന് പറയുകയും ആ എമൗണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 42 ലക്ഷം മതി, ഇനി ഒരു തർക്കങ്ങളും ഒന്നും ആവശ്യമില്ല, ലെറ്റ് ദ സ്റ്റാറ്റസ് ക്വോ റിമെയിൻ എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മനോജുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. മനോജ്, പൂരം പ്രതിസന്ധിയിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരം ഒരുക്കി പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം ഇരു ദേവസ്വങ്ങളും പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ അടിയന്തരമായി ചർച്ചയ്ക്ക് വിളിച്ചതും കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇരു ദേവസ്വങ്ങൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു പ്രതിസന്ധി നേരത്തെ തന്നെ ഈ സർക്കാരിലേക്ക് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടും അതിലൊന്നും തിരിഞ്ഞു നോക്കാതെ അതിലൊന്നും ഇടപെടാതെ പോയിരുന്ന സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ഇന്ന് ഈ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമ്പോൾ മിനി പൂരം ഒരുക്കും എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു അടിയന്തരമായി യോഗം വിളിച്ചത്. ആ യോഗത്തിലാണ് കൃത്യമായും നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് 2.25 കോടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടപ്പോൾ 39 ലക്ഷവും പിന്നെ 8% കൂട്ടി അതൊരു 42 ലക്ഷമാക്കി കൊടുക്കാമെന്ന് ഇരു ദേവസ്വങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് നടന്ന ചർച്ചയിൽ അത് സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി പറഞ്ഞു പരസ്പര ധാരണയോടെ ആ തുക മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നു. കൃത്യമായും ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൂടുതൽ ജനവികാരം ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യവും കൂടെ കണക്കിലെടുത്ത് അതുപോലെ തന്നെ BJPയുടെയും സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്നുള്ള കാര്യം. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ മുഖ്യമന്ത്രി കൃത്യമായും കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റ് ദേവസ്വങ്ങളും ഒക്കെ പങ്കെടുത്ത ഓൺലൈൻ മീറ്റിംഗിൽ ഈ മുഖ്യമന്ത്രി കൃത്യമായും പറയുന്നുണ്ട്, ഇപ്പോ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല, കോടതിയിലും നമുക്ക് ഇതേ നിലപാട് തന്നെ പറയാം, പിന്നീട് അതിനെക്കുറിച്ച് തുക കൂട്ടണോ വേണ്ടയോ എന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ധാരണയായിട്ടുള്ള തുക മാത്രം നൽകിയാൽ മതി എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ കഴിഞ്ഞ വർഷം 39 ലക്ഷവും അതുപോലെ തന്നെ അത് വർധനയോടുകൂടി 42 ലക്ഷം കൊടുത്തിരുന്നു. അതേ തുക തന്നെ ഇനി 2022, 2023 ഈ 2023, 2024 ഈ പൂരത്തിന്റെ പ്രദർശന തറവാടകയായി കൊടുത്താൽ മതിയെന്നാണ് തീരുമാനം. എന്തായാലും വലിയൊരു ക്ഷീണം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്രയും പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഈ ദേവസ്വങ്ങളുടെ മുന്നോട്ട് വെച്ച ആ ഒരു ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ പൂരം പ്രതിസന്ധി ചർച്ചയിൽ നിൽക്കുകയാണ്. കാരണം ഈ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഇത്തരത്തിൽ തൃശൂർ പൂരത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആ ഒരു കാര്യമായിരുന്നു ഈ പ്രതിഷേധക്കാരൊക്കെ ഉന്നയിച്ചിരുന്നത്. എന്തായാലും BJPയുടെ ഭാഗത്തു നിന്നും കൃത്യമായി. ശരി, മനോജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പൂരം പ്രതിസന്ധിയിൽ തീരുമാനമായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചയിലാണ് പ്രതിസന്ധി പരിഹരിച്ചത്.